ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ദർപ്പണം എന്ന ഭാഗത്ത് R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങളാണ്. ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. എന്നാൽ വളരെ ലളിതമായിട്ട് ഒരു മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വലുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഫോക്കസ് ദൂരം എന്നാൽ ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഇത് F എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും. അവിടെ വരുന്ന ഇക്വേഷൻ F=R/2. F എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരവും R എന്ന് പറഞ്ഞാൽ റേഡിയസുമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 20 സെൻറ്റിമീറ്റർ. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. അപ്പോൾ അവിടെ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. F=R/2. വക്രത ആരം റേഡിയസ് അവിടെ പറഞ്ഞേക്കുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20/2 എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ അക്ഷത്തിലേക്കുള്ള ദൂരം 10 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ അതിൻ്റെ വക്രത ആരം കണക്കാക്കുക. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഫോക്കസ് ദൂരം കണക്കാക്കാനാണ്. അവിടെയുള്ള ഇക്വേഷൻ F=R/2 എന്നതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് വക്രത ആരം കണക്കാക്കാനാണ്, റേഡിയസ്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ R=2F എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ദൂരം പറഞ്ഞേക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 × 10 20 എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്തതായിട്ട് ഒരു റിയർ വ്യൂ മിററിൻ്റെ വക്രത ആരം 12 മീറ്റർ എങ്കിൽ ഫോക്കസ് ദൂരം എത്ര? അപ്പോൾ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് വക്രത ആരം R തന്നിട്ടുണ്ട്, 12 മീറ്റർ എന്നാണ്. അപ്പോൾ ഫോക്കസ് ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F=R/2. ഇവിടെ R എന്ന് പറയുന്നത് 12 ആണ്. 12/2 എന്നത് 6 എന്നതാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഒരു ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കാണുക. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോക്കസ് ദൂരമാണ്. ആരം തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫോക്കസ് ദൂരം കാണാൻ F=R/2. ആരം എന്നത് 30 ആണ്. 30/2 എന്നത് 15 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ വക്രത ആരം കാണുക. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് വക്രത ആരം കാണാനാണ്. നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? R=2F എന്നാണ്. R എന്ന് വെച്ചാൽ വക്രത ആരം. നമ്മൾ 2 × Fൽ നമ്മൾ ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട് 0.6 ആണ്. അപ്പോൾ 2 × 0.6 എന്നാൽ വരുന്ന ആൻസർ 1.2 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1.2 മീറ്റർ എന്നാണ്. നമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഒന്ന് നമ്മൾ ചെയ്ത് പഠിച്ചാൽ മതി. മെയിനായിട്ടും F=R/2ഉം അതുപോലെ തന്നെ R=2Fഉം ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്.